കാര്യം പറയുമ്പോഴത്തേക്ക് അവള് ജനിച്ച് വീണപ്പോൾ മുതൽ എല്ലാവരും കാണുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അന്ന് ചേച്ചിയുടെ ഡെലിവറി ടൈമിൽ അന്ന് എല്ലാവരും ഭയങ്കര അത് കുറേ പേര് അത് ചർച്ചാ വിഷയമാക്കി, കുറേ പേരെന്നാ ഇത് മാതൃത്വം മനസ്സിലാക്കി. ബട്ട് ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് പേര് എന്താ പറയുക ഇതേപോലെ അവരുടെ ഡെലിവറി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ ഭയങ്കര പോസിറ്റീവ് ഇമ്പാക്റ്റ് ഇപ്പോഴും. അപ്പം ആളുകൾ കമന്റ് വിടുന്നുണ്ട്, അന്ന് ശ്വേതാ മേനോനാണ് ഇത് ആദ്യമായിട്ട് ചെയ്തത്. അന്ന് ചേച്ചിക്ക് ഇതിനുള്ള ഒരു കറേജ് എവിടെ നിന്നാണ് കിട്ടിയത്? കറേജ് പ്രസവിക്കുമ്പോൾ ഒന്നും കറേജ് ഓട്ടോമാറ്റിക്കലി വന്നു പോകും. അല്ല, ഇത് ഇങ്ങനെ അപ്പ് ചെയ്യാം. ലൈക്ക് ആ സമയത്ത് ഇത്രയും ആളുകൾ പ്രോഗ്രസീവ് അല്ല, ആരും ഇങ്ങനെ. ഞാൻ പറഞ്ഞില്ല, ഞാൻ കുറച്ചുകൂടി എക്സ്പ്രസീവ് ആളാണ്. ഞാനൊന്നും ആലോചിച്ചിട്ടല്ല. അപ്പം ഞാൻ വർഷങ്ങൾക്ക് മുമ്പേ കാമസൂത്ര ആഡ് ചെയ്തിട്ടുണ്ട്. അന്ന് ഇന്ന് അവർ ചർച്ച ചെയ്യണ അല്ലാതെ ഇന്ന് ആൾക്കാർ ഇടുന്ന ഡ്രസ്സസ് എല്ലാം ഞാൻ അന്ന് ഇട്ട് കഴിഞ്ഞു. സോ ഇറ്റ്സ് ലൈക്ക് മേ ബി എനിക്ക് ദൈവാദിനം എനിക്ക് ഒരു ഡെക്കേഡ് മുമ്പ് തന്നെ ഞാൻ എല്ലാം ചെയ്ത് തീർക്കുകയാണ്. ടൈം ട്രാവലർ ആണോ പക്ഷേ കോൺസ്റ്റന്റ് തിങ് ഈസ് നമ്മുടെ മലയാളികൾ അല്ലെ നമ്മുടെ പ്രേക്ഷകർ എനിക്ക് തന്ന ഒരു സ്നേഹം, കോൺഫിഡൻസ്, സപ്പോർട്ട്, ഇതൊക്കെയാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര അഭിമാനത്തോടെ ഞാൻ പറയണം. മലയാളികൾ തന്ന എനിക്കൊരു സപ്പോർട്ട്, ദാറ്റ് ഈസ് സംതിങ് വിച്ച് എത്ര നന്ദി പറഞ്ഞാലും അത് മാറ്റാൻ പറ്റില്ല. ദാറ്റ്സ് സംതിങ് ഗ്രാറ്റിഫിക്കേഷൻ മലയാളികൾ തരുന്ന ആ ഒരു. ബിക്കോസ് എനിക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം എന്നുള്ള ഒരു കോൺഫിഡൻസ് അവർ തരുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം. എന്തോ ഇഷ്ടമാണ്, എന്താണെന്നറിയില്ല അല്ലേ. അപ്പോൾ ചേച്ചിക്കും മലയാളികളെ അതേപോലെ ഇഷ്ടമാണ് അല്ലേ? പിന്നെ പ്രൗഡ് മലയാളി. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ചേച്ചി ഒരുപാട് ഭാഷകളിലുള്ള മൂവീസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഒരു ലാംഗ്വേജിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, മൂവീസ് വരുമ്പോൾ മറ്റ് ഭാഷകൾ, ഇപ്പോൾ ഒരു ഹിന്ദി ആണെങ്കിലും തമിഴാണെങ്കിലും ഏത് ഭാഷകളും കൈകാര്യം ചെയ്യുമ്പോഴേക്ക് അത്രയും എന്താ പറയുക, ആ ഒരു ലാംഗ്വേജിനെ അവർ കൈകാര്യം ചെയ്യുന്ന പോലെ തന്നെ അത്ര പ്യുവറായിട്ട് കാണിക്കുന്നത് കാണാം. നമ്മുടെ ഇപ്പോൾ ഗോദയാണെങ്കിലും ഏതൊരു മൂവിയിലാണെങ്കിലും. ബട്ട് ഇപ്പോൾ റീസെൻ്റ് നമ്മൾ കുറച്ച് ഹിന്ദി മൂവീസും ഒക്കെ കാണുന്ന സമയത്ത് അതിൽ നമ്മുടെ മലയാളം ലാംഗ്വേജ് അവർ ജസ്റ്റ് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ വഴി ഒക്കെ ചെയ്യുന്ന പോലെ. ഇപ്പോൾ ഈ രണ്ട് ഇൻഡസ്ട്രിയിലും വർക്ക് ചെയ്തിട്ടുള്ള ആളെന്ന നിലയിൽ ചേച്ചിക്ക് ഇത് കാണുമ്പോൾ എന്താ ഫീൽ ചെയ്യാറ്? ഒന്നും ഇപ്പൊ എന്താ അറിയോ, എല്ലാവരും തൊട്ടാവാടിയായിപ്പോയി, എല്ലാവരും ഭയങ്കര റിയാക്റ്റീവായിപ്പോയി. കുറേ വർഷങ്ങളായിട്ട് സൗത്ത് ഇന്ത്യൻസിനെ ഇങ്ങനെ അത് വേണമെങ്കിൽ രണ്ട് സൈഡ് നമ്മളെ കളിയാക്കുകയാണ്, അല്ലാതെ നമ്മളെ നമുക്കൊരു സ്വന്തമായ ഒരു വ്യക്തിത്വം ഇല്ലായ്മ എന്നുള്ള രീതിയിൽ ആൾക്കാർ കാണിക്കുന്നു എന്നും പറയാം. ഐ ഡോണ്ട് ടേക്ക് ഇറ്റ് ഇൻ എനിവേ. ഞാൻ സിനിമ രീതിയിൽ മാത്രമേ കരുതുള്ളൂ. അല്ലാതെ ആൾക്കാർ ഞാൻ ആ ക്യാരക്ടർ ഡയറക്ടർ എന്ത് പറയുന്ന അതല്ലേ ആർട്ടിസ്റ്റ് ചെയ്യാം അല്ലേ? അവര് ഒബ്വിയസ്ലി അവർ വിചാരിച്ചിട്ടുണ്ടോ ഇങ്ങനെയാണ് ആ ക്യാരക്ടറിന്. നിങ്ങളിപ്പോൾ എനിക്കറിയാം, നിങ്ങൾ ജാൻവിന്റെ ആ സിനിമേന്റെ പറ്റിയാണ് ഈ കോൺട്രവേഴ്സി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ദേ ഷുഡ് നോ ദാറ്റ് അങ്ങനെയല്ല സൗത്ത് ഇന്ത്യൻസ് സംസാരിക്കുക, അത് അറിയണം. ദാറ്റ് ഈസ് ഗുഡ്. ദാറ്റ് സൗത്ത് ഇന്ത്യൻസ് എല്ലാ ലാംഗ്വേജസ് കൈകാര്യം ചെയ്യാനുള്ള ഒരു കഴിവുണ്ട് എല്ലാ സൗത്ത് ഇന്ത്യൻസും. അപ്പോൾ അത് ദേ ഷുഡ് സ്റ്റോപ്പ്. നമ്മൾ പക്ഷെ കുറച്ച് മറ്റു ലാംഗ്വേജ് നമ്മുടെ ഫിലിം മേക്കേഴ്സ് കുറച്ചുകൂടെ അത് അഡാപ്റ്റ് ചെയ്ത് നല്ലപോലെ കുറച്ചുകൂടെ എഫേർട്ട് ഇട്ട് ചെയ്യുന്ന പോലെയും തോന്നിയിട്ടുണ്ട്. ഇപ്പൊ നമ്മളുടെ മലയാളം സിനിമയില് ഹിന്ദി സംസാരിക്കുമ്പോൾ ഒരു മലയാളം ആക്സെന്റ് ഉണ്ടല്ലോ. മേ ബി അവർക്ക് ചിലപ്പോൾ അത് കാണുമ്പോഴും ഇതേപോലെ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും അല്ലേ? സോ ഐ ഡോണ്ട് ടേക്ക് ഇറ്റ്. അതാ ഞാൻ പറഞ്ഞത്, അത്ര നമ്മൾ തൊട്ടാവാടി ആവാതെ ഇരിക്കുക അത്രയും നല്ലത്.